വാർത്തകളിലേക്ക് പോവുകയാണ്. അരുൺ, നമ്മൾ ഇന്നലെ കണ്ടതാണ് ഈ പാർട്ടിക്കകത്ത് തന്നെയുള്ള വനിതാ നേതാക്കൾക്ക് സ്ത്രീകൾക്കൊന്നും അവിടെ രക്ഷയില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നമ്മൾ ഇന്നലെ അവിടെ കണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ. ഏറ്റവും പ്രധാനമായി ഈ രാഹുൽ വിഷയം ഉയർന്നു വന്ന സാഹചര്യത്തിൽ രാഹുലിനെ പാടെ തള്ളുന്ന നിലപാട് വി.ഡി. സതീശൻ സ്വീകരിച്ച് നമ്മൾ കണ്ടു. അതേ സമയത്ത് തന്നെ രാഹുലിനെ ചേർത്ത് പിടിക്കുന്ന ഷാഫി പറമ്പിലിനെ നമ്മൾ കണ്ടു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായ ഒരു സമവാക്യങ്ങൾ അവിടെ സംഭവിക്കുന്നു എന്നതിന്റെ സൂചനയല്ലേ? അത് തന്നെയല്ലേ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലും KSUവിലും സംഭവിക്കുന്നത്? അരുൺ, തീർച്ചയായിട്ടും കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ നേരത്തെ ഉള്ളതാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഗ്രൂപ്പില്ല എന്ന് പറയുമ്പോഴും ഓരോ നേതാക്കൾക്ക് പിന്നിലും കൃത്യമായ അണികളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഏറ്റവും പുതിയ നേതാവിന് പോലും സംഘടനാ രംഗത്ത് അത്രയൊന്നും പരിചയമില്ലാത്ത ഉയർന്നു വരുന്ന നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാൾക്ക് ചുറ്റുപോലും വലിയ അണികളുണ്ട്. ഒരുപക്ഷെ ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെ പറയാൻ തരത്തിലുള്ള അണികളാണ് ഇപ്പോൾ കോൺഗ്രസിൽ പൊതുവിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ഉള്ളത്. അത് വലിയ രീതിയിൽ അവർക്ക് പിന്നിൽ ആ നേതാക്കൾ അണിനിരക്കുന്നു. വി.ഡി. സതീഷിനൊപ്പമായിരുന്നു കഴിഞ്ഞ വി.ഡി. സതീശനും അതുപോലെ തന്നെ KC വേണുഗോപാലിനൊപ്പമായ കുറെ നാളുകളായി രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അവരുമായി ചില വിള്ളൽ വരുമ്പോഴും അവർക്കൊപ്പം നിൽക്കാൻ ഇപ്പോഴും ആളുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷാഫി പറമ്പിൽ ഒരുപക്ഷെ യുവ നേതാക്കളിൽ ഒന്നാം സ്ഥാനത്ത് ഷാഫി പറമ്പിലാണ്. മറ്റു മുതിർന്ന നേതാക്കളെയൊക്കെ മറികടന്ന ഷാഫി വലിയ രീതിയിൽ വളരുന്നു എന്നൊരു അമർഷം അർഹമായതിലധികം വളർച്ച ഷാഫിക്ക് ഉണ്ടാകുന്നു. വലിയ പിന്തുണ ഷാഫി കിട്ടുന്ന വലിയ പരാതി കോൺഗ്രസിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഗ്രൂപ്പുകളുണ്ട്. നേരത്തെ AI ഗ്രൂപ്പുകൾ എന്ന് പറയാൻ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. നേതാക്കൾക്ക് ചുറ്റുമാണ് കോൺഗ്രസിലെ ഇപ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾ. അതുകൊണ്ടാണ് ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനും വേണ്ടിയും അവർക്കെതിരെയും ഇത്തരം വിമർശനങ്ങൾ ഈ ഗ്രൂപ്പുകളിൽ വരുന്നത്. കടുത്ത എതിരഭിപ്രായങ്ങൾ ഉള്ളവരുണ്ട്. ഇവർക്ക് ഇത്രയധികം പിന്തുണ പാർട്ടിയിൽ കിട്ടുന്ന നേതൃത്വം പിന്തുണ നൽകുന്ന വലിയ അമർഷമുള്ളവരുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിനെ ഇങ്ങനെ വളർത്തിയെന്ന ചോദ്യം നേരത്തെ തന്നെ കോൺഗ്രസ് രാഹുലിനെ ചാരി നിൽക്കുന്ന ഷാഫിക്കെതിരെയും വലിയ വിഭാഗം അമർഷവുമായി രംഗത്തെത്തുന്ന സാഹചര്യം അല്ലേ? തീർച്ചയായിട്ടും ഷാഫി പറമ്പിനെതിരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശനം ഉയർന്നു വന്നപ്പോൾ അതിനും ശക്തമായ അല്ലെങ്കിൽ അതിന് സമാനമായ വിമർശനം ഷാഫിക്കെതിരെ ഉണ്ടായിരുന്നു. അത് എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരിൽ നിന്ന് മാത്രമായിരുന്നില്ല, കോൺഗ്രസിനുള്ളിൽ നിന്നും അത്തരം വിമർശനം തന്നെയാണ് ഉയർന്നു വന്നത്. ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്പോൺസർ അല്ലെങ്കിൽ മെന്റർ എന്ന തരത്തിലുള്ള വിമർശനമാണ് പൊതുവിൽ ഉയർന്നു വന്നത്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഷാഫി പറമ്പിലിനെ രാഹുൽ മാങ്കൂട്ട് തള്ളിപ്പറയാൻ പോലും കഴിയാതെ പോയത്. പിന്നീട് പാർട്ടി നടപടിയെടുത്തപ്പോൾ പാർട്ടി എടുക്കുന്ന നടപടി തന്നെയാണ് അത് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു ഷാഫി പറമ്പിലും ചെയ്തത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ ഏറ്റവും അധികം വിമർശനം നേരിട്ട നേതാവ് ഒന്ന് ഷാഫി പറമ്പിലാണ്, മറ്റൊരാൾ വി.ഡി. സതീശനാണ്. വി.ഡി. സതീശനും ഈ രണ്ട് യുവ നേതാക്കളെ വല്ലാത്ത രീതിയിൽ പ്രൊമോട്ട് ചെയ്തിരുന്നു. അത് ശരിയായില്ല എന്ന വിമർശനം കോൺഗ്രസ് നേരത്തെ തന്നെ ഉള്ളതാണ്. ആ സാഹചര്യങ്ങളിലാണ് ഇപ്പോഴും ഈ തർക്കം മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിന്റെ ഒറ്റക്കെട്ടായി പാർട്ടി മുന്നോട്ട് പോകുന്ന അവകാശവാദങ്ങളെയൊക്കെ പൊളിക്കുന്ന തരത്തിലുള്ള ഒരു വിവാദമായി ഈ വിഷയം മാറിക്കഴിഞ്ഞു. കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോകുമ്പോൾ അങ്ങനെയല്ല, ഇത്തരം പ്രശ്നങ്ങൾ കൂടി അവിടെ ഉണ്ട്. അത് ഇത്തരം നേതാക്കൾ ഈ ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ആ ഇടപെടലുകൾ ശരിയായില്ല എന്ന കടുത്ത വിമർശനമുണ്ട്. അതൊക്കെ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ പിടിച്ച് കുലുക്കുന്നു എന്ന് തന്നെ പറയാം. അതാണ് അരുൺ, അവിടെ ഒരു സംശയം. ഇത് ഷാഫിയിലും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലും അവസാനിക്കുന്ന ഒന്നാകുമോ? കാരണം ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിലെ പല നേതാക്കന്മാരും പലർക്കും അശ്ലീല മെസ്സേജുകൾ അയച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇവരുടെ തമ്മിലടി തന്നെ പലതും പുറത്തെത്തിക്കും അല്ലേ അരുൺ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് BJP-യുടെയോ CPM-ന്റെയോ ഒക്കെ ഗൂഢാലോചനയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ ഇപ്പോൾ നീങ്ങുകളെന്ന ഒരു വിലയിരുത്തൽ ഇവരെ അനുകൂലിക്കുന്നവരുടെ മുന്നിലുണ്ട്. പക്ഷേ അങ്ങനെയല്ല, അതിനപ്പുറത്തേക്ക് അതിലെ വസ്തുതകൾ പുറത്തു വരികയാണ്. ഈ ആദ്യം പരാതി പറഞ്ഞ യുവതി അവർ കോൺഗ്രസ് പശ്ചാത്തലമുള്ളയാളാണ്. പ്രതിപക്ഷ നേതാവിനെ സ്വന്തം പിതാവിനെ പോലെ കാണുന്ന അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തിന്റെ മകളാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ബന്ധമുള്ളയാളാണ്. അതിന് പുറമെ മറ്റ് വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ മാത്രം തള്ളിക്കളയാൻ കഴിയില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പേടിയുടെ കൂടിയേ കാണാൻ കഴിയൂ. തന്റെ പേരക്കുട്ടികൾ രണ്ടുപേർ പെൺകുട്ടികളാണ്. അവർ KSUവിലൂടെ വളർന്നു വരണം. അങ്ങനെ വളർന്നു വരുമ്പോൾ ഇതുപോലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എങ്ങനെ അവരെ സംഘടനയിലേക്ക് അയക്കുമെന്ന ചോദ്യം വലിയ ആശങ്കയോടെ അമ്മയുടെ വേദനയോടുകൂടി ആ ചോദ്യം ഉന്നയിച്ചത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട MLA ആണ്. കോൺഗ്രസിന്റെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവായിരുന്ന PT തോമസിന്റെ വിധവ ഉമാ തോമസ് ആണ്. അത്തരം കാര്യങ്ങളൊന്നും അത്ര എളുപ്പം കോൺഗ്രസ് കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന വിഷയമല്ല. മാത്രമല്ല, ഈ ഒരു മുൻ MP-യുടെ മകൾക്ക് പോലും ഇത്തരത്തിൽ മോശം അവരോടുകൂടി പോലും മോശമായി പെരുമാറി എന്ന
എന്ന വിമർശനം ഉയർന്നു വരുന്നത് ഇപ്പോൾ. നേരത്തെ അത് നമുക്കൊക്കെ വാർത്തയായി നൽകുമ്പോൾ കോൺഗ്രസ് നേതൃത്വം പാടെ നിഷേധിച്ചതാണ്. പക്ഷെ ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പോലും അത്തരം സന്ദേശങ്ങൾ വരുന്നു. അവർ പോലും ആ യാഥാർത്ഥ്യം തിരിച്ചറിയാനും പുറത്തു പറയാനും തയ്യാറാകുന്നു. സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണത് ഉണ്ടാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗൂഢാലോചന സിദ്ധാന്തം പോലും തള്ളിപ്പോകുന്ന മാധ്യമങ്ങൾ ഗൂഢാലോചന നടത്തിയെന്ന ന്യൂസ് 18 അടക്കം പേരെടുത്ത് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ന്യൂസ് 18 തനിക്ക് നീങ്ങുന്നതെന്ന നമ്മുടെ റിപ്പോർട്ടർ ഡാൻ ഗോയന്റെ ഒരു ഓഡിയോ സന്ദേശമൊക്കെ പുറത്തുവിട്ടതുപോലെ എന്തോ വലിയ അവകാശവാദവുമായി രാഹുൽ വരികയും പിന്നീട് അത് രാഹുലിന് തന്നെ തിരിച്ചടിയെ മാറുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ മാധ്യമങ്ങൾക്കും എതിർ രാഷ്ട്രീയ കക്ഷികൾക്കുമെതിരെ ആരോപണം ഉന്നയിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏറ്റവും അധികം വിമർശനം നേരിടേണ്ടി വരുന്നത് ഇപ്പോൾ സ്വന്തം സംഘടനയിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷനായ യൂത്ത് കോൺഗ്രസിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരം വിമർശനങ്ങൾ വരുന്നത്. യൂത്ത് കോൺഗ്രസിലെ മറ്റു നേതാക്കൾക്കും സമാനമായ അനുഭവങ്ങളുണ്ടായി. പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ കുടുംബങ്ങളിൽ പോലും ഇത്തരം മോശമായ ഇടപെടലുകൾ ഇയാളുടെ ഭാഗത്തുണ്ടായത് വിമർശനമൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം ഇനിയും ഇത് ഗൂഢാലോചന സിദ്ധാന്തം പറഞ്ഞ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുക എന്നാണ് ഇനി വ്യക്തമാകേണ്ടത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അത്തരം വാദങ്ങൾ നിലനിൽക്കുന്നതല്ല എന്ന് തെളിയുകയാണ് ഓരോ ദിവസവും. ഈ വിഷയം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ രാജിയും അതുപോലെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഷനും കൊണ്ട് ഒതുക്കാമെന്ന കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ അത്രത്തോളം എളുപ്പമാകില്ല എന്ന് വ്യക്തമാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടേക്കും എന്നുള്ള വിവരമൊക്കെ വരുന്നുണ്ട്. അത് ഉള്ളതാണോ എന്ന് മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ടോ? കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് മുട്ടാപ്പോക്ക് ന്യായം കൊണ്ടുവന്നു. അതൊക്കെ നമ്മൾ പൊളിച്ചു. അത് മാറ്റി നിർത്തട്ടെ. എന്തായാലും ഇന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടം MLA അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ടോ? യെസ് അരുൺ, ഞാൻ അരുണിലേക്ക് വരാം. ഇപ്പോൾ BJP നേതാവ് സി കൃഷ്ണകുമാർ നമുക്കൊപ്പം ചേരുന്നു. സി കൃഷ്ണകുമാർ, പാലക്കാട്ട് ഈ KSUവിലും യൂത്ത് കോൺഗ്രസിലും തമ്മിലടി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവർ തമ്മിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം MLA-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ തരത്തിൽ ഭിന്നതയുണ്ട് എന്നുള്ള വിഷയം പുറത്തു വരുമ്പോൾ എന്താണ് BJPക്ക് പറയാനുള്ളത്? അല്ല, ഈ കോൺഗ്രസിനുള്ളില് വലിയൊരു വിഭാഗം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വലിയ അഭിപ്രായ ഭിന്നതയുണ്ട്. അവരുടെ വലിയ എതിർപ്പ് കോൺഗ്രസിനകത്തുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന സമയത്ത് തന്നെ വലിയ പൊട്ടിത്തെറി പാലക്കാട് ഉണ്ടായിരുന്നു. ഇപ്പോ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വന്ന ഒരാളെ കോൺഗ്രസിലെ ചില നേതാക്കന്മാർ സംരക്ഷിച്ച് വരുന്നതിനെതിരായിട്ട് കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകർക്ക് വലിയ അതിർത്തിയുണ്ട്. കോൺഗ്രസിന്റെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അതിർത്തിയുണ്ട്. ഇത് ആരെല്ലാം സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ഇത് കോൺഗ്രസിനുള്ളിൽ വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണ് പോകുന്നത്. കോൺഗ്രസിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർക്ക് ചിലപ്പോൾ രാഹുലിനെ പേടിയുണ്ടാവും. പക്ഷെ കോൺഗ്രസിന് വേണ്ടി കഴിഞ്ഞ കുറെ കാലമായിട്ട് പാലക്കാട് പ്രവർത്തിക്കുന്ന, അവർക്ക് വേണ്ടി കോൺഗ്രസിന് വേണ്ടി കൊടികെട്ടാനും പോസ്റ്റ് ഒട്ടിക്കാനും നടക്കുന്ന പ്രവർത്തകർക്ക് ഇത്തരം ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്ന സ്ഥിതിവിശേഷമാണ്. അവർക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കോൺഗ്രസ് ഇപ്പൊ 28, 29, 30 തീയതികളിലൊക്കെ ഗൃഹസമ്പർക്കം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എന്ത് പേര് പറഞ്ഞിട്ടാണ് കോൺഗ്രസിന്റെ പ്രവർത്തകര് ജനങ്ങളെ അഭിമുഖീകരിക്കുക? വീടുകൾ കയറി ചെന്ന് എന്ത് പറയും? അവിടുത്തെ സ്ത്രീകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ